അമേരിക്കൻ ഡ്രാമ ആൻഡ് ഇൻട്രൊഡക്ഷൻ, അതാണ് നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ്, ഫസ്റ്റ് ബ്ലോക്ക് ഓൾ മൈ സൺസ് റിട്ടൺ ബൈ ആർതർ മില്ലർ. അപ്പോൾ അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ ഡ്രാമ ആൻഡ് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ അമേരിക്കൻ ഡ്രാമ എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു, അതിൻ്റെ ഗ്രോത്ത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒരു 1600 1700 ആ ഒരു ഏജിലാണ് നമുക്കൊരു അമേരിക്കൻ ഡ്രാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിറ്ററേച്ചർ ജോണർ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള ഒരു റിട്ടൺ പ്രൂഫ് നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ അതിന് മുമ്പേ അമേരിക്കൻ ഡ്രാമ എന്നുള്ളത് തുടങ്ങി അങ്ങനെയുള്ള ഡ്രാമാസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ഹിസ്റ്റോറിക്കലി നമുക്ക് അതിനൊരു പ്രൂഫ് കിട്ടുന്നത് ഈ 1600 1700 ആ ഒരു ഏജിലാണ് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഇപ്പോഴും ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ താങ്ക് യു. അപ്പോൾ നമുക്കറിയാം അമേരിക്ക എന്ന് പറയുന്നത് ഒരു കോളനിയാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നു. അവരുടെ ഡേ ടു ഡേ ലൈഫിന് വേണ്ടിയിട്ട് കുറേ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. അവർ കുറേ ഡിസ്ക്രിമിനേഷന്, സാക്രിഫൈസസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു റിലീഫ്, അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഡ്രാമാസാണ്. അപ്പോൾ ആ സമയത്ത് ആൾക്കാർ അവരുടെ സ്ട്രെസ് റിലീഫിനൊക്കെ വേണ്ടിയിട്ട് ഡ്രാമ കാണാൻ വേണ്ടിയിട്ട് പോകും. പക്ഷേ അത് ഭയങ്കരമായിട്ട് ആൾക്കാർ അതിനോട് അഡിക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ അത് അമേരിക്കയിൽ ബാൻ ചെയ്തു. ഡ്രാമ എന്നുള്ള ആ ഒരു ജോണർ അമേരിക്കയിൽ ബാൻ ചെയ്തു. പക്ഷെ അത് അധിക കാലമൊന്നും നീണ്ടു നിന്നില്ല. അത് പിന്നെ പെട്ടെന്ന് തന്നെ അത് ഡിബാർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും കുറേ പ്ലേസും ഡ്രാമാസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നമ്മുടെ അമേരിക്കൻ ഡ്രാമ എന്നുള്ളത് അതിനൊരു റെക്കഗ്നിഷൻ കിട്ടി തുടങ്ങിയത് നമ്മുടെ റൈറ്റേഴ്സായിട്ടുള്ള യൂജൻ ഒനെയിൽ, ആർതർ മില്ലർ, ടെന്നീസി വില്യംസ് ഇവരുടെയൊക്കെ കുറേ റൈറ്റിങ്സിലൂടെയാണ് അമേരിക്കൻ ഡ്രാമ എന്നുള്ളൊരു ഓണറിന് റെക്കഗ്നിഷൻ കിട്ടി തുടങ്ങിയത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ ഇത്രയും ക്ലിയർ അല്ലേ? കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ വന്നിട്ട് ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു അമേരിക്ക. അപ്പോൾ ആ സമയത്ത് തന്നെ അതുകൊണ്ട് തന്നെ അവിടെയുള്ള അമേരിക്കൻ ഡ്രാമാസിന് ബ്രിട്ടീഷുകാരുടെ അവരുടെ കൾച്ചറും അവരുടെ ഡ്രാമാസ് അവരുടെ പ്ലേസൊക്കെ ആയിട്ടുള്ള കുറേ ഇൻഫ്ലുവൻസസ് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ജീവിച്ചു വരുന്നത് ഇവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ റൈറ്റേഴ്സ് അധികം ഇവരുടെ കൾച്ചർ എന്താണോ, ഇവരുടെ ഒരു ഐഡിയാസ് എന്താണോ, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഈ അമേരിക്കൻ ഡ്രാമാസിൽ ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അത് ഒരു 1890 സെഞ്ചുറിയൊക്കെ ആയപ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് കൂടി തുടങ്ങി. അമേരിക്കൻ്റെ ആ ഒരു കൾച്ചർ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ഡ്രാമയിൽ അധികം ബ്രിട്ടീഷുകാരുടെ ഇൻഫ്ലുവൻസ് ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു 1910 1910 ആ ടൈമിലൊക്കെ ന്യൂയോർക്കിൽ കുറേ തിയേറ്റേഴ്സ് ഉണ്ട്. അവിടെ വന്നിട്ട് അധികവും ഈ ഒരു ബ്രിട്ടീഷ് പ്ലേസ് ആണ് അവർ പ്രസൻറ്റ് ചെയ്തിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലാംഗ്വേജ് ആയിരുന്നു അമേരിക്കയിലെ കോമൺ ലാംഗ്വേജ്. പിന്നെ ആ ഒരു സമയത്ത് അമേരിക്കക്കാർക്ക് വേണ്ടിയിട്ട് ആക്ടേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. കൂടുതൽ ഫെമിലിയർ വന്നിട്ട് ബ്രിട്ടീഷുകാരുടെ ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അവൈലബിലിറ്റി ആയിരുന്നു കൂടുതൽ ബ്രിട്ടീഷ് ആക്ടേഴ്സിൻ്റെ. അതുകൊണ്ട് അവർക്ക് അമേരിക്കൻ ഡ്രാമ എന്നുള്ളതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് ഡ്രാമ കാണുകയും വേണം, അവർക്ക് അവരുടെ സ്ട്രെസ് റിലീഫ് ആകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ബ്രിട്ടീഷ് ഡ്രാമാസ് തന്നെയായിരുന്നു അധികവും പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു 1830 ആയപ്പോഴേക്കൊക്കെ അമേരിക്കൻ ഡ്രാമ ബ്രിട്ടീഷ് ഡ്രാമയുടെ ഇൻഫ്ലുവൻസിൽ നിന്ന് ഗ്രാജുവലി ചേഞ്ച് വന്നു. അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാട്, അവരുടേതായിട്ടുള്ള ഒരു ഐഡിയാസും തോട്ട്സൊക്കെ അവരുടെ ഡ്രാമയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ ഒരു എന്തൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയെന്ന് പറഞ്ഞാലും ആ ബ്രിട്ടീഷുകാരുടെ ഇൻഫ്ലുവൻസ് പെട്ടെന്ന് അവരുടെ നിന്ന് പോയില്ല. അവരുടെ ആ കൾച്ചറും ഐഡിയാസൊക്കെ അവർ മാറ്റിയെങ്കിൽ കൂടി ആ ഒരു ബ്രിട്ടീഷുകാരുടെ പ്ലേയുടെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നോ, ഫോം എങ്ങനെയായിരുന്നോ, സ്റ്റൈൽ എങ്ങനെയായിരുന്നോ അതുതന്നെയായിരുന്നു കോപ്പി ചെയ്തിട്ട് അമേരിക്കയിലും ഡ്രാമയായിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ക്രിട്ടിക്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
ഒരു ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ എൻഡോട് കൂടിയിട്ട് യൂജൻ ഓനെയിലിൻ്റെ ലീഡർഷിപ്പിൽ 1920 ആ ഒരു ടൈമിൽ 1920s യൂജൻ ഓനെയിലിൻ്റെ ലീഡർഷിപ്പോട് കൂടിയിട്ടാണ് അമേരിക്കൻ ഡ്രാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോണർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ അമേരിക്കൻ ഡ്രാമക്ക് ഒരു ബേർത്ത് കിട്ടിയത് ആ ഒരു ടൈമിലാണ് എന്നാണ് പറയുന്നത്. കാരണം അതുവരെ അമേരിക്കൻ ഡ്രാമ ഭയങ്കരമായിട്ട് ബ്രിട്ടീഷ് ഡ്രാമ പ്ലേസുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. പതുക്കെ ആ ഒരു ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ എൻ്റെ ഒക്കെ ആയപ്പോഴേക്കും അപ്പോഴേക്കും അവർക്ക് ഫ്രീഡം കിട്ടിയല്ലോ, അമേരിക്ക വന്നിട്ട് ഡീകോളനൈസേഷൻ കഴിഞ്ഞു, അപ്പോൾ അവർക്ക് ഫ്രീഡം കിട്ടി. അപ്പോൾ അതിൽ നിന്നൊക്കെ ചേഞ്ച് ആയിട്ട് അവർ അവരുടേതായ തോട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിന് ലീഡർഷിപ്പ് കൊടുത്ത ഒരാളാണ് യൂജൻ ഓനെയിൽ. പിന്നെ അമേരിക്കൻ ഡ്രാമ എന്ന് പറയുമ്പോൾ 19th സെഞ്ച്വറി ഒക്കെ ആയപ്പോഴേക്കും റിയലിസം ആ ഒരു തോട്ടിലേക്ക് പതുക്കെ എത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ എന്നിരുന്നാൽ പോലും റിയലിസം ഉണ്ടെങ്കിൽ പോലും അവർ കോമഡി, ട്രാജഡി ഈ ജോണറൊക്കെ അവരതിൽ പരീക്ഷിച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് അവരുടെ ഫ്രീ ടൈമൊക്കെ അവർക്ക് കുറച്ച് ഹാപ്പി ആയിരിക്കാൻ, കുറച്ച് എൻ്റർടൈൻ ആയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ്, അങ്ങനെ കുറച്ച് കോമഡി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റൈറ്റേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അമേരിക്കൻ ഡ്രാമയിൽ അവരുടെ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്കറിയാം അമേരിക്ക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ റേസിസം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്ന ഒരു നാടാണ് അമേരിക്ക. അപ്പോൾ അവരുടെ ഡ്രാമയിൽ കൂടി അവർ റേസിസത്തിനെതിരായിട്ട്, ജെൻഡർ സെക്ഷുവാലിറ്റിക്കെതിരായിട്ട്, ഡെത്ത്, അങ്ങനെയുള്ള കുറേ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അവർ ഈ ഡ്രാമയിൽ കൂടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ ഇതിലൊരു 8 പേരുടെ പേര് പറയുന്നുണ്ട്, അത് ഞാൻ പറയാം. ജോൺ സ്മിത്ത് സോൾജിയർ, അദ്ദേഹത്തിൻ്റെ വർക്കാണ് എ ട്രൂ റിലേഷൻ ഓഫ് വെർജീനിയ. സെക്കൻഡ് വർക്ക് ദ സമ്മർ ഐൽസ്. സെക്കൻഡ് വൺ എൻ്റെ അടുത്ത് PDF ഉണ്ട്, അത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ മതിയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ പേരും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ പറ്റില്ലേ? അതോ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാ? അപ്പോൾ PDF അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഷെയർ ചെയ്യണോ, സ്ക്രീൻ ഷെയർ ചെയ്യണോ, എന്താ ചെയ്യേണ്ടത്? ഏതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി? ഓക്കെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് പിന്നീട് അത് റെഫർ ചെയ്യാമല്ലോ. ഓക്കെ, ഐ വിൽ ഷെയർ ഇൻ ദ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പേര് പറയുന്നത് ജോൺ സ്മിത്ത് സോൾജിയർ, അദ്ദേഹത്തിൻ്റെ വർക്കാണ് എ ട്രൂ റിലേഷൻ ഓഫ് വെർജീനിയ, ദ സമ്മർ ഐൽസ്. സെക്കൻഡ് പേഴ്സൺ ഈസ് ഡാനിയൽ ഡെൻഡൻ, അദ്ദേഹത്തിൻ്റെ വർക്കാണ് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ന്യൂയോർക്ക്. തേർഡ് പേഴ്സൺ ഈസ് വില്യം പെൻ, അദ്ദേഹത്തിൻ്റെ വർക്കാണ് ബ്രീഫ് അക്കൗണ്ട് ഓഫ് ദ പ്രൊവിൻസ് ഓഫ് പെൻസിൽവാനിയ. ദെൻ ഫോർത്ത് തോമസ് ആഷിൻ്റെ കരോളിന. പിന്നെ ഫിഫ്ത്ത് ആൾ അത് 1665 വില്യം ഡാഡി, കൊളേനിയ വർക്കിൻസൺ, ഫിലിപ്പ് ഹവാർഡ്. ഇവർ 3 പേരും ഒരു ഫസ്റ്റ് പ്ലേ അമേരിക്കൻ ഡ്രാമയിലെ ഫസ്റ്റ് പ്ലേ പെർഫോം ചെയ്തു. അതൊരു ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് ആയിട്ടാണ് അറിയുന്നത്. ആ ഫസ്റ്റ് പ്ലേയുടെ പേരാണ് എ ബെയർ ആൻഡ് എ. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയില്ല, ഓൾഡ് ഇംഗ്ലീഷാണ്, അതുകൊണ്ട് അറിയില്ല കേട്ടോ. എ ബെയർ ആൻഡ് എ, അത് ഇപ്പോൾ എ ബെയർ ആൻഡ് എ ക്യൂബെ. അതിൻ്റെ ഇപ്പോൾ അത് റീനെയിം ചെയ്തിട്ട് ന്യൂ ഇംഗ്ലീഷിലേക്ക്, മോഡേൺ ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് ദ ബിയർ ആൻഡ് കപ്പ്. അതാണ് ഫസ്റ്റ് പ്ലേ ഓഫ് അമേരിക്കൻ ഡ്രാമ. അതൊരു ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് 1665. 3 പേര് കൂടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ആ PDF-ലുണ്ട്, അത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക്, പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണിത്. ഇനി കുറച്ചുകൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഞാൻ ആ PDF സെൻഡ് ചെയ്യുമ്പോൾ അതിലുണ്ടാവും. പിന്നെ അതിൽ 6ാമത്തെ ആളെ പേരാണ് ഓക്കെ ഞാൻ ഇപ്പം തന്നെ ഷെയർ ചെയ്യാം.
ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സെവൻത്ത് ആൻഡോബോറസ്, അതൊരു വർക്കാണ് റിട്ടൺ ബൈ റോബർട്ട് തണ്ടർ. ദെൻ റോബർട്ട് മാൻഫ്രണ്ടിൻ്റെ ദ കാൻഡിഡേറ്റ് ഓഫ് ദ ഹ്യൂമേഴ്സ് ഓഫ് വെർജീനിയ എലക്ഷൻ. ആൻഡ് തേർഡ് വൺ ഈസ് തോമസ് ഗോഡ്ഫ്ര, അദ്ദേഹത്തിൻ്റെ വർക്ക് ദ പ്രിൻസ് ഓഫ് പരീൻഡിയ. ഇത് 8 പേരുണ്ട്. ഇത് അപ്പോൾ നിങ്ങൾക്ക് 8 പേരെയും പഠിച്ചു വെക്കാൻ പറ്റുന്നവർ പഠിക്കുക, അല്ലാത്തവർ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 4 പേരെങ്കിലും ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ആദമില്ലെന്ന് കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 മാർക്സിനൊക്കെ ലെസ്സേഴ്സ് വരുന്നത്. അപ്പോൾ കുറച്ചിങ്ങനെ ഇൻട്രൊഡക്ഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ 20 മാർക്കാകുമ്പോൾ അത്യാവശ്യം പേപ്പേഴ്സും വേണ്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. 8 എണ്ണം ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റാത്തവർ ഒരു 4-5 എണ്ണമൊക്കെ ട്രൈ ചെയ്യുക കേട്ടോ. അതൊക്കെ കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്ര എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് അങ്ങനെ ക്ലിയർ ചെയ്ത് പോവാം. ക്ലിയർ ആയിക്കില്ലെങ്കിൽ പറയാം കേട്ടോ. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ക്ലിയർ ചെയ്ത് പോയാൽ പിന്നെ നിങ്ങൾ അതൊരു ഡൗട്ടായിട്ട് കൊണ്ടു നടക്കണ്ടല്ലോ. പിന്നെ അത് ഈസി ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കുമ്പോൾ. ക്ലിയർ ആണെന്ന് വിചാരിച്ചോട്ടെ. ഓക്കെ. ജോൺ സ്മിത്ത് സോൾജിയർ, അത് ഒരാളാണ്, ഒരു റൈറ്ററാണ്. ഉണ്ട്, അതിലുണ്ട്. അതിൽ നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ ഉണ്ട് ഈ കാര്യങ്ങൾ. പറയണോ ഇനി, അതോ PDF റെഫർ ചെയ്യുമോ? ഓക്കെ. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഉറങ്ങിയോ എല്ലാവരും? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓക്കെ, നമുക്കിനി 1800s എങ്ങനെയാണ് അമേരിക്കൻ ഡ്രാമയുടെ ഒരു ഗ്രോത്ത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ 1800s ഒക്കെ ആയപ്പോഴാണ് മെലോ ഡ്രാമ എന്നുള്ള ഒരു ജോണർ അമേരിക്കൻ ഡ്രാമയിലേക്ക് വന്നത്. മെലോ ഡ്രാമ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ, നമ്മളിപ്പോഴത്തെ സീരിയലിലൊക്കെ പറയില്ലേ ഭയങ്കര ഓവർ ഷോ ഒക്കെ കാണിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ഭയങ്കരമായിട്ട് ഇമോഷൻസ്, ഭയങ്കര കരച്ചിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഉള്ള ഒരു ജോണറാണ് മെലോ ഡ്രാമ. പിന്നെ അതിൻ്റെ കൂടെ മ്യൂസിക്കും കൂടി പ്ലേയിൽ ഇൻക്ലൂഡഡ് ആവാൻ തുടങ്ങി. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു മൂവി കാണുമ്പോൾ അതിൻ്റെ ഒരു മ്യൂസിക്, നമ്മൾ ചില സിനിമകൾ വന്നിട്ട് കാണുമ്പോൾ നമ്മൾ അതിൻ്റെ പാട്ട് കൊണ്ട് മാത്രം ഇഷ്ടപ്പെടുന്ന കുറേ മൂവീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു കണക്ഷൻ തോന്നും. ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു മൂവിനോട് ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കൂടിപ്പോവും. അതേപോലെ തന്നെ റൈറ്റേഴ്സ് വന്നിട്ട് അവരുടെ പ്ലേസിൽ മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് അവരുടെ ഇമോഷണലിനെ അത് ടച്ച് ചെയ്യുന്ന പോലെ അവർക്ക് ഭയങ്കര കണക്റ്റഡ് ആയിട്ട് പ്ലേസിനോട് തോന്നി. ഈ മെലോ ഡ്രാമ എന്നുള്ള ഈ ഒരു ജോണർ കൊണ്ടുവന്നത് വില്യം ഡൺലോപ്പാണ്. അദ്ദേഹത്തിൻ്റെ വർക്കായ ആൻഡ്രീസ്, ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ഇൻ 1798. വില്യം ഡൺലോപ്പിൻ്റെ ആൻഡ്രി എന്നുള്ള വർക്കിലാണ് മെലോ ഡ്രാമ അല്ലെങ്കിൽ മ്യൂസിക് ആദ്യമായിട്ട് ആഡ് ചെയ്തിട്ട് ഒരു പ്ലേ പ്രസൻറ്റ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ ജെയിംസ് നെൽസൺ ബാർക്കറിൻ്റെ മാരിമോൺ സൂപ്പർസ്റ്റീഷ്യസ്, ദ ഇന്ത്യൻ പ്രിൻസസ്, ജോൺ അഗസ്റ്റിൻ ഡണ്ണിൻ്റെ മെറ്റാമോറ, ഈ വർക്കൊക്കെ നമുക്കൊരു മെലോ ഡ്രാമ അല്ലെങ്കിൽ മ്യൂസിക് എലമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഡ്രാമാസാണ്. ഞാൻ പറഞ്ഞില്ലേ ജോൺ അഗസ്റ്റിൻ ഡണ്ണിൻ്റെ മെറ്റാമോറ, ഇത് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. നിങ്ങൾക്ക് ഇനി വരുന്ന ഈ യൂണിറ്റ് 1 തന്നെ ഇനി വരുന്നൊരു ഭാഗത്തു കൂടി അതിനെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ലതായിട്ടൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. പിന്നെ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ 1800s മെലോ ഡ്രാമ വന്നപ്പോൾ തന്നെ അതൊരു കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് ഈ ഡ്രാമയുടെ പ്രസൻറ്റേഷൻ മാറി. എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക്
തോന്നിത്തുടങ്ങി, ഈ റൈറ്റേഴ്സിന് തോന്നിത്തുടങ്ങി അവരുടെ ഡ്രാമ അവർക്ക് ഇന്ന എലമെൻറ്റ്സ് ഒക്കെ കൂടി ചേർത്താൽ ഓഡിയൻസിന് അത് കൂടുതൽ ക്ലിക്കാവും, അവർക്കത് കൂടുതൽ ടച്ച് ആവും. അപ്പോൾ ഓഡിയൻസ് അവരുടെ ഇത് പ്ലേ കാണാൻ വരുന്നവരുടെ എണ്ണത്തിൽ അത് ഇൻക്രീസ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരങ്ങനെയുള്ള എലമെൻറ്റ്സ് കൂടി. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ആ ഒരു ടൈമിൽ 1800s ഡ്രാമ എന്ന് പറയുമ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പേർപ്പസോട് കൂടിയിട്ട് എഴുതിയ കുറേ ഡ്രാമാസ് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ 19th സെഞ്ച്വറിയിലേക്ക് വരികയാണ്. 19th സെഞ്ച്വറിയിലാണ് റൊമാൻറ്റിസിസം തുടങ്ങിയത്. നമുക്കറിയാം, നമ്മളിപ്പോൾ റൊമാൻറ്റിസിസം എന്താണെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അതെന്താണെന്ന് വെച്ചാൽ റൊമാൻറ്റിസം എന്ന് പറഞ്ഞാൽ അത് നേച്ചറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്, നേച്ചറിനെ കുറിച്ച് കൂടുതൽ എഴുതുന്നതാണ്, പിന്നെ ഒരു ഇൻഡിവിജ്വൽസ് ഇമാജിനേഷന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതാണ്. അതിൽ നമുക്ക് എന്താണോ തോന്നുന്നത്, നമ്മുടെ ഡ്രീമിലായിക്കോട്ടെ നമ്മുടെ ഇമാജിനേഷൻ ആയിക്കോട്ടെ, എന്താണോ തോന്നുന്നത് അത് നമുക്ക് എഴുതാം. അതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. അതിപ്പോൾ എനിക്ക് വേണമെങ്കിൽ എഴുതാം, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. അങ്ങനെയുള്ളൊരു ഒരു ഏജിനെയാണ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. പിന്നെ കൂടുതലും നേച്ചറിനെ കുറിച്ചിട്ടൊക്കെ എഴുതാൻ വേണ്ടി തുടങ്ങി. നമുക്കറിയാം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ PB ഷെല്ലി, വേർഡ്സ്വർത്ത്, ജോൺ കീറ്റ്സ്, ആൽഫ്രഡ് ടെന്നിസൺ, സാമുവൽ ടൈലർ കോൾട്രിഡ്ജ്, ഇവരൊക്കെ വന്നിട്ട് ആ ഒരു റൊമാൻറ്റിസിസത്തിലുള്ള റൈറ്റേഴ്സാണ്. നമുക്ക് വേർഡ്സ്വർത്തിൻ്റെ ഒക്കെ ദ സോളിറ്ററി റീപ്പർ ഒരു ബ്യൂട്ടിഫുൾ പോമാണ്. അതിൽ ഫുള്ള് നേച്ചറിനെ കുറിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഫുൾ നേച്ചറിൻ്റെ ബ്യൂട്ടി എങ്ങനെയാണ്, ആ ഒരു സ്ത്രീ എന്തൊക്കെയാണ്, അവരുടെ ഇമാജിനേഷൻ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഴുതിയ ഒരു പോമാണ് ദ സോളിറ്ററി റീപ്പർ. പിന്നെ കോളറിഡ്ജിൻ്റെ കുബ്ല ഖാൻ, അത് ആ പോം എന്ന് പറഞ്ഞാൽ നമുക്കത് വായിക്കുമ്പോൾ അത് നമ്മൾ മനസ്സ് വായിക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണതെന്ന്. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു റൈറ്റർ വന്നിട്ട് ഡ്രീമിൽ കണ്ട കാര്യങ്ങൾ നമുക്കൊരു ബന്ധം തോന്നില്ല. നമ്മളിപ്പോൾ ഒരു ഡ്രീം കാണുമ്പോൾ അങ്ങനെ തന്നെയല്ലേ, ചിലപ്പോൾ നമ്മൾ ഒരാളെ കാണും, പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അത് ആളെ ആയിരിക്കില്ല, അങ്ങനെ തോന്നില്ലേ. അങ്ങനെ ആ ഒരു കോളറിഡ്ജിൻ്റെ മൈൻഡിൽ ആ ഒരു ഡ്രീമിൽ വന്നത് എന്താണോ അതങ്ങനെ വന്നിട്ട് എഴുതിയൊരു പോമാണ് കുബ്ല ഖാൻ. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു റൂൾസും റെഗുലേഷൻസും ഇല്ലായിരുന്നു. അവർക്ക് എന്താണോ തോന്നുന്നത്, അവരുടെ ഡ്രീമിൽ എന്താണോ തോന്നുന്നത്, അവരുടെ ഇമാജിനേഷൻ എന്താണോ അതിനെക്കുറിച്ചൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു ഏജ് ആയിരുന്നു റൊമാൻറ്റിസിസം. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ റൊമാൻറ്റിസിസത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് എങ്ങനെ അമേരിക്കൻ ലിറ്ററേച്ചറിലേക്ക് വന്നു, ആരായിരുന്നു ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അമേരിക്കൻ ലിറ്ററേച്ചറിലേക്ക് റൊമാൻറ്റിസിസം വന്നത് 1855 ജോർജ് ഹെൻറി ബോക്കറിൻ്റെ ഫ്രാൻസിസ് ല ഡെർമേനി എന്നുള്ള വർക്കിലൂടെയാണ് റൊമാൻറ്റിസിസം വന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ ഈ വർക്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നേച്ചറിനെ, അദ്ദേഹത്തിൻ്റെ തോട്ട്സിനെ, ഇമാജിനേഷനൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. പിന്നെ ജോൺ ഹവാർഡ് പെന്നിയുടെ വർക്ക്സായ ബ്രൂട്ടസ്, ദ ഫോൺ ടെറാക്കിൻ, ഈ വർക്ക്സ്, പിന്നെ ദ ഗ്ലൂക്കാലിയേറ്റർ, റോബർട്ട് മോണ്ടോമെറിയുടെ ഈ വർക്ക്സിലൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഈ റൊമാൻറ്റിസിസം എന്നുള്ള ആ ഒരു ഏജിലെ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സാണ് ജോർജ് ഹെൻറി ബോക്കർ, ജോൺ ഹവാർഡ് പെന്നി, റോബർട്ട് മൊണ്ടോമെറി, ഈ 3 പേരും. ഓക്കെ, ഈ ഒരു ടൈമിലാണ് ആനുവൽ അവാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവാർഡ്, ആനുവൽ അവാർഡ് ഫോർ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു അവാർഡൊക്കെ കൊടുക്കുന്നത് എന്തിനാണ്, ആ എഴുതിയ ആൾക്ക് അതിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനേക്കാളും കൂടുതൽ ഈ ഒരു അവാർഡ് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് കുറേ പേർക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആവും. നമുക്ക് ഇങ്ങനെ ഒരു അവാർഡ് ഉണ്ട്, നമുക്ക് വാങ്ങണം, അങ്ങനെയുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവാർഡ് അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആനുവൽ അവാർഡ് ഫോർ ഡ്രാമ, ആ ഒരു അവാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എഡ്വിൻ ഫോറസ്റ്റ്, അദ്ദേഹമാണ് ഈ ഒരു അവാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് 1820 ഫസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അത് കിട്ടിയ ആൾ ജോൺ അഗസ്റ്റസ് ഡണ്ണ് മെറ്റാമോറ. ഞാൻ ഓൾറെഡി പറഞ്ഞു മെറ്റാമോറ എന്ന് പറയുന്ന വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് വേറൊരു ഭാഗത്തോടെ നമ്മൾ അതിനെക്കുറിച്ചിട്ടൊന്ന് മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആനുവൽ അവാർഡ് ഫോർ ഡ്രാമ അത് 1820 ജോൺ അഗസ്റ്റൻ്റെ മെറ്റാമോറക്കാണ് കിട്ടിയത്. ഓക്കെ, പിന്നെ 19th സെഞ്ച്വറിയിലെ അതേഴ്സ് ഇമ്പോർട്ടൻ്റ് റൈറ്ററാണ് വ്യൂസി കോഡ്. അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ദ പുവർ ഓഫ് ദ ന്യൂയോർക്ക്, ഡാലിസ് അണ്ടർ ഗ്യാസ് ലൈറ്റ്. അദ്ദേഹവും 19th സെഞ്ച്വറിയിലെ റൊമാൻറ്റിസിസം എന്നുള്ള ഏജിലെ ഒരു ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ്.
ഈ പോർഷൻ ക്ലിയർ ആണോ? റൊമാൻറ്റിസിസം അതൊന്നുകൂടി പറയണോ? എന്താ സ്ഥിതി? ക്ലിയർ ആണോ? ഓക്കെ. നിങ്ങളിനി ആ PDF കൂടി വെച്ചൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ഇപ്പോൾ ഇതിൽ കുറേ വർക്ക്സും റൈറ്റേഴ്സിൻ്റെ ഒക്കെ പേര് പറയുമ്പോൾ നമുക്ക് കിട്ടില്ല, എന്താണെന്ന് കിട്ടില്ല. സംഭവം കിട്ടിയാലും ആ പേരുകളും നമുക്ക് ഓർമ്മയിൽ നിൽക്കില്ല. അപ്പോൾ ആ PDF ആ പേരുകളും പിന്നെ നിങ്ങൾ ടെക്സ്റ്റും റെഫർ ചെയ്യുമ്പോൾ ആ പേര് കിട്ടുമ്പോൾ ഒന്നുകൂടി ഈസി ആയി തോന്നും. എന്നാലും ഐഡിയ എന്താണെന്ന് ക്ലിയർ അല്ലേ? ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പേര് പിന്നെ റൈറ്റേഴ്സിൻ്റെ പേരും വർക്ക്സിൻ്റെ പേരും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അത് ഈസി ആവും. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കാം കേട്ടോ. അപ്പം തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. നോ വറീസ്. ഓക്കെ. ഇനി ഈ റൊമാൻറ്റിസിസത്തിൽ നിന്ന് അമേരിക്കൻ ഡ്രാമ വന്നിട്ട് ഒരു റിയലിസ്റ്റിക് പീരീഡിലേക്ക് അല്ലെങ്കിൽ റിയലിസത്തിലേക്ക് മാറുന്ന ചേഞ്ച് ആവുന്ന ഒരു ഗ്രോത്ത് ആണ് പറയുന്നത്. നമുക്കറിയാം റിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ്. അതുവരെയുള്ള റൈറ്റേഴ്സ് എഴുതിയിരുന്നത് ഒരു ഡിവൈനിറ്റിയെ കുറിച്ച്, അല്ലെങ്കിൽ കിങ്ങിൻ്റെ ലൈഫ്, ക്യൂവിൻ്റെ ലൈഫ്, അല്ലെങ്കിൽ ഗോഡ്, അങ്ങനെയുള്ള അപ്പർ ക്ലാസ്, സൊസൈറ്റിയിലെ അപ്പർ ക്ലാസ്സിനെ കുറിച്ചിട്ടാണ് അതുവരെയുള്ള റൈറ്റേഴ്സ് എല്ലാവരും എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ റിയലിസം വന്നപ്പോൾ കോമൺ പീപ്പിളിനെ കുറിച്ച് എഴുതാൻ തുടങ്ങി. അതുവരെ ആരും എഴുതിയിരുന്നില്ല. പിന്നീട് ഈ റിയലിസം എന്നുള്ള ഒരു ജോണർ വന്നു കഴിഞ്ഞപ്പോൾ കോമൺ പീപ്പിളിൻ്റെ അവരുടെ ഡേ ടു ഡേ ലൈഫ് എന്താണ്, അവരുടെ പ്രോബ്ലംസ് എന്താണ്, ഒരു സോഷ്യൽ ക്ലാസ് ആ ഒരു ഡിസ്ക്രിമിനേഷനെ കൊണ്ട് എന്തൊക്കെ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണ്, മൊബിലിറ്റി അതെങ്ങനെ ഈ പീപ്പിളിൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു കോമൺ പീപ്പിൾ. ഇപ്പം നമ്മുടെ ലൈഫൊക്കെ ഒരാൾ എഴുതുമ്പോൾ ഉണ്ടാവില്ലേ, അതുപോലെ അങ്ങനെയുള്ള എല്ലാ അവരുടെ ഡേ ടു ഡേ ലൈഫ്, അവരുടെ സ്ട്രഗിൾസ്, അവരുടെ ഹാപ്പിനെസ്, അവരുടെ സാക്രിഫൈസസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും എഴുതാൻ തുടങ്ങിയ ഒരു ടൈമാണ് റിയലിസം. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ റിയലിസം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഇറ്റ്സ് എഗെയിൻസ്റ്റ് ടു റൊമാൻറ്റിസിസം. റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് എന്താ? ഇമാജിനേഷൻ, നമ്മുടെ ഡ്രീം, എന്ത് വേണമെങ്കിലും എഴുതാനുള്ള കാര്യമായിരുന്നു. പക്ഷെ റിയലിസം പറയുന്നത് അങ്ങനെയല്ല. എന്താണോ സൊസൈറ്റിയിൽ നടക്കുന്നത്, എന്താണോ കോമൺ പീപ്പിൾ, നമ്മൾ ഒരാളുടെ ലൈഫ് അറിയണമെങ്കിൽ അപ്പർ ക്ലാസ്സിലെ ആൾക്കാരുടെ ലൈഫ് നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും ഒരു സൊസൈറ്റി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് കോമൺ പീപ്പിൾ, സാധാരണക്കാരുടെ ലൈഫിലേക്ക് എത്തിപ്പോയാൽ മാത്രമേ നമുക്ക് ആ സൊസൈറ്റിയുടെ കണ്ടീഷൻ എന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു അപ്പോഴുള്ള ഒരു സോഷ്യൽ റെലവൻറ്റ് ഇഷ്യൂസ് എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് ഈ റിയലിസത്തിലെ എഴുത്തുകാർ പറയുന്നത്. അപ്പോൾ ഇതിലെ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സാണ് വില്യം ഡീൻ ഹോബ്ലർ, ഹെൻറി ജെയിംസ്, വാൾ വിറ്റ്മാൻ, മാർക്ക് ട്വെയിൻ, ജാക്ക് ഹാൻഡ്, കേറ്റ് ചോപ്പിൻ, സ്റ്റീഫൻ ക്രേജ്. അപ്പോൾ ഇത്രയും പേരൊക്കെ ഉണ്ടപ്പോൾ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഈസി ആയിട്ടുള്ള പേരുകൾ തോന്നില്ലേ? അത് ഒക്കെ ഒന്ന്, മാർക്ക് ട്വെയിന്, ഹെൻറി ജെയിംസ്, വാൾ വിറ്റ്മാൻ, അതൊക്കെ നമുക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടുള്ള പേരുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള പേരുകളൊക്കെ ബൈഹാർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ essay ഒക്കെ എഴുതുമ്പോൾ അതിലൊക്കെ ഒന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് നമുക്ക് എന്തൊക്കെ അറിയാമെന്നുള്ള ഒരു രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ കഴിയുന്നിടത്തോളം നമുക്ക് പേരുകളും ഒക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ മാർക്ക് ട്വെയിൻ്റെ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ, ഈ ഒരു വർക്ക് എടുത്താൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. റേസിസത്തിനെ കുറിച്ചിട്ട് അതിൽ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം അമേരിക്ക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മോസ്റ്റ്ലി വന്നിട്ട് വൈറ്റ് പീപ്പിൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ മൈഗ്രേറ്റഡ് പീപ്പിളാണ് ബ്ലാക്ക്സ്. അതുകൊണ്ട് ഈ വൈറ്റ് പീപ്പിൾ ബ്ലാക്സിനെ ഭയങ്കരമായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്തിരുന്നു. അവർക്ക് യാതൊരു തരത്തിലുള്ള ഫ്രീഡമോ റൈറ്റ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരെപ്പോഴും വൈറ്റ്സ് ബ്ലാക്സിനെ കൺസിഡർ ചെയ്യുന്ന ഒരു സ്ലേവ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മാർക്ക് ട്വെയിൻ്റെ ഈ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി എന്നുള്ള വർക്കിൽ റേസിസത്തിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു റിയലിസം എന്ന് പറയുന്നത് കോമൺ പീപ്പിളിൻ്റെ ലൈഫ്, അവരുടെ സ്ട്രഗിൾസ്, അവരുടെ പ്രോബ്ലംസ്, അവരുടെ ഹാപ്പിനെസ് എഴുതുന്നതാണെന്ന്. അപ്പോൾ ഈ റിയലിസ്റ്റിക് പീരീഡിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ക്ലൈഡ് ഫെച്ച് ഒരു റൈറ്ററുടെ പേരാണ്. അദ്ദേഹത്തിൻ്റെ വർക്കാണ് ദ സിറ്റി. ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ഇൻ 1909. അതിലാണ് പബ്ലിഷ് ചെയ്തത്. അതാണ് നമ്മുടെ ഫസ്റ്റ് അമേരിക്കൻ ഒഫീഷ്യൽ സറ്റയറായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു വർക്കാണ് ക്ലൈഡ് ഫിച്ചിൻ്റെ ദ സിറ്റി, ആ വർക്ക്.
പക്ഷെ അന്ന് ഇതൊരു സറ്റയർ ആണ് എന്നുള്ള ഒരു ജോണറൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നില്ല. അന്ന് ആ ഒരു സൊസൈറ്റീനെ മോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സറ്റയറിക്കലി എഴുതി അത് ആ എലമെൻറ്റ്സ് ആ ബുക്കിലുണ്ടായിരുന്നു, ആ ഒരു നോവലിൽ, ആ ഒരു വർക്കിലുണ്ടായിരുന്നു. പക്ഷെ അത് അന്നത്തെ കാലത്ത് ആ ഒരു 1900s സറ്റയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോണറെ ഇൻട്രൊഡ്യൂസ് ആയിരുന്നില്ല. പക്ഷെ അത് പിന്നീട് സറ്റയർ എന്നൊരു ജോണർ ഇൻട്രൊഡ്യൂസ് ആയപ്പോൾ മനസ്സിലായി. അത് അങ്ങനെ ഇതിൽ ഫസ്റ്റ് അമേരിക്കൻ സറ്റയർ ആയിട്ട് ക്ലൈഡ് ഫിച്ചിൻ്റെ ദ സിറ്റി വന്നിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ ദ പ്രൊവിൻസ് ടൗൺ പ്ലേയേഴ്സ്, അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. ദ പ്രൊവിൻസ് ടൗൺ പ്ലേയേഴ്സ്, അവർ കുറച്ചൊരു ആക്ടേഴ്സ് ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സാണ്. അവർ വന്നിട്ട് കൂടുതലായിട്ട് ഈ ഒരു ടൈമിൽ ആയപ്പോഴേക്കും അവർക്ക് കൂടുതൽ ഈ പ്ലേയേഴ്സിനാണെങ്കിലും ആക്ടേഴ്സിനാണെങ്കിലും കൂടുതൽ അവർക്ക് ഫേമസ് കിട്ടി, അവർക്ക് കൂടുതൽ റീച്ച് കിട്ടി. അതുവരെ ആക്ടേഴ്സിനൊക്കെ അത്ര വലിയൊരു കൺസിഡറേഷനൊന്നും ആ സൊസൈറ്റി കൊടുത്തിരുന്നില്ല. അവർ പ്ലേസ് കാണും, അവരത് എൻജോയ് ചെയ്യും, ദാറ്റ്സ് ഓൾ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു 1900s ഒക്കെ കഴിഞ്ഞു തുടങ്ങിയപ്പോഴേക്കും, ഇപ്പോൾ നമ്മളൊക്കെ ഈ ഫിലിം ആക്ടേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ആരാധിച്ച് നടക്കുന്ന ഒരു കാലമാണല്ലോ ഇപ്പോൾ അത്. അതുപോലെ പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അവരെന്ന് പറഞ്ഞാൽ അവരുടെ ജോബാണ്, അങ്ങനെ അത്ര വലിയ കൺസിഡറേഷനോ ഇമ്പോർട്ടൻസോ സൊസൈറ്റിയിൽ അവർക്കില്ലായിരുന്നു. ബട്ട് ഒരു 1900s ഒക്കെ വന്നപ്പോഴേക്കും ഈ പ്ലേസിനും പിന്നെ ഇതിൽ ആക്ട് ചെയ്യുന്ന ആൾക്കാർക്കും ഭയങ്കര ഇമ്പോർട്ടൻസ്, അവരെ ഭയങ്കരമായിട്ട് ആരാധിക്കാൻ വേണ്ടി തുടങ്ങി. അവർക്ക് കുറച്ചുകൂടി ഫെമിലിയറിറ്റി, അവർക്ക് കുറച്ചുകൂടി റീച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയത് ഈ 1900s. പിന്നെ 1920s 1930s ഒക്കെ ആയപ്പോഴേക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡ്രാമാസ് വരാൻ തുടങ്ങി. കൂടുതൽ ഇൻട്രസ്റ്റിങ്, ആൾക്കാർ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം എത്തി തുടങ്ങി. ആൾക്കാർക്ക് ഡ്രാമ, അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ, എലമെൻറ്റ്സ് ആ ഒരു ഡ്രാമയിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, മ്യൂസിക്കൊക്കെ ആഡ് ചെയ്തപ്പോൾ പീപ്പിളിന് വന്നിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയെന്ന്. അങ്ങനെയുള്ള കുറേ എലമെൻറ്റ്സ്, പീപ്പിളിന് എന്താണോ ആവശ്യം, ഓഡിയൻസിന് എന്താണോ ആവശ്യം, അത് അനുസരിച്ച് റൈറ്റേഴ്സ് അവരുടെ ഡ്രാമയിൽ കുറേ ചേഞ്ചസ് വരുത്താൻ തുടങ്ങി. അപ്പോൾ തന്നെ ഈ 1920s 1930s ഒക്കെ ആയപ്പോഴേക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡ്രാമാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിലൊന്നാണ് വാട്ട് പ്രൈസ് ഗ്ലോറി, റിട്ടൺ ബൈ ലോറൻസ് സ്റ്റാർലിംഗ് ആൻഡ് മാക്സ്വെൽ ആൻഡേഴ്സൺസ്. ഇവരുടെ രണ്ടുപേരുടെയും വർക്കാണ് വാട്ട് പ്രൈസ് ഗ്ലോറി. ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ഇൻ 1924. ഇത് വന്നിട്ട് ആ 1920s 1930s ആ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയിലുള്ള ഒരു എക്സൈറ്റിംഗ് ഡ്രാമയായിട്ട് ഇതിന് മാറാൻ കഴിഞ്ഞു. പിന്നെ ഈ ഒരു ഡ്രാമ ആ സമയത്ത് ഭയങ്കര അതിൻ്റെ പീക്കിലെത്തി നിൽക്കുകയായിരുന്നു. എല്ലാവർക്കും ഡ്രാമ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻ്റർടൈൻമെൻറ്റ്, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ജോണറായിട്ട് ഡ്രാമക്ക് മാറാൻ കഴിഞ്ഞു. അതിനിടയിലാണ് 1930 ഗ്രേറ്റ് ഡിപ്രഷൻ അമേരിക്കയിൽ വരുന്നത്. ആ ഒരു ടൈമിൽ ആർക്കും ജോലിയില്ല, പൈസ ഇല്ല, ആരും ഡ്രാമ കാണാൻ പോവില്ല. ഡ്രാമ എന്നല്ല, അവർക്ക് അവരുടെ ഡേ ടു ഡേ ലൈഫ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഫുഡിന് പോലുള്ള പൈസ ഇല്ലാത്ത ഒരു ടൈമായിരുന്നു 1930s ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രാമയുടെ ഒക്കെ ആ ഒരു ഗ്രാജുവൽ ഒരു ഡിസ്ട്രോയിഡ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഗ്രാജുവലി ഡ്രാമയുടെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വന്നു. ആൾക്കാർക്ക് ഭക്ഷണത്തിന് പോലും പൈസ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ അവരൊരിക്കലും അവരുടെ എൻ്റർടൈൻമെൻറ്റ് അവരുടെ ആ ഒരു ഭാഗമായിട്ടുള്ള പ്ലേസിനോ ഡ്രാമാസിനോ പോവില്ലല്ലോ. അപ്പോൾ ആ ഒരു 1930s ഗ്രേറ്റ് ഡിപ്രഷൻ എന്നുള്ളത് ഭയങ്കരമായിട്ട് ഡ്രാമേനെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാലമായിരുന്നു. പക്ഷെ അത് അധികം നീണ്ടുപോയില്ല, അതിനൊക്കെ ഓവർകം ചെയ്തു. അവരുടെ പീപ്പിളിൻ്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടായിട്ട് അവരതിനൊക്കെ ഓവർകം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അത് ഗ്രാജുവലി വന്നിട്ട് ഡ്രാമയുടെ ഗ്രോത്തിനെ അത് ഹെൽപ്പ് ചെയ്തു. പിന്നെയും ഡ്രാമ റിട്ടേൺ വരാൻ തുടങ്ങി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നിറഞ്ഞിട്ടുള്ള ഡ്രാമാസ് പിന്നെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതിൽ ആ ഡിപ്രഷന് ശേഷം വന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് റൈറ്റേഴ്സാണ് ആദം മില്ലറും എഡ്വാർഡ് ആൽബീറും. ആദം മില്ലറിൻ്റെ ബ്രോക്കൺ ഗ്ലാസ്, എഡ്വാർഡ് ആൽബീറിൻ്റെ 3 for Women. ഈ രണ്ട് വർക്ക്സും ഈ രണ്ട് റൈറ്റേഴ്സും ആ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ കഴിഞ്ഞിട്ട് ഡ്രാമേൻ്റെ ഗ്രോത്തിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള രണ്ട് റൈറ്റേഴ്സാണ്, രണ്ട് വർക്ക്സാണ്. ഈ രണ്ട് വർക്കും ആദം മില്ലർ ബ്രോക്കൺ ഗ്ലാസ്, എഡ്വാർഡ് ആൽബർട്ടിൻ്റെ 3 for Women, ഇത് രണ്ടും 1944 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് റൈറ്റേഴ്സിൻ്റെ ഈ രണ്ട് വർക്ക് കൊണ്ട് ഡ്രാമ വന്നിട്ട് അതിൻ്റെ പ്ലേസ് പിന്നെയും അത് റീഗെയിൻ ചെയ്യുകയാണ് ചെയ്തത്.
അപ്പോൾ ഇവരെ കൊണ്ട് തന്നെ, ഈ ഒരു 2 റൈറ്റേഴ്സിനെ കൊണ്ട് തന്നെ 20th സെഞ്ച്വറിയിലും റിയലിസം എന്നുള്ളൊരു ജോണർ അവിടെ സ്റ്റോപ്പായില്ല. ഇവർ, ഈ ആദം മില്ലർ ആയിക്കോട്ടെ എഡ്വാർഡ് ആൽബിയർ ആയിക്കോട്ടെ, അവർ രണ്ടുപേരും അവിടെ അവരുടെ വർക്ക്സിൽ വന്നിട്ട് പിന്നെ റിയലിസം സാധാരണക്കാരുടെ ജീവിതം എന്താണോ അവരുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് എഴുതിയത്. അതുകൊണ്ട് 20th സെഞ്ച്വറിയിലും റിയലിസം കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടേ നിന്നു. ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ. ഞാൻ ഷോർട്ടായിട്ടാണ് പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ കുറച്ചുകൂടി ഇതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് അമേരിക്കൻ ഡ്രാമ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളതിൽ പറയുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ആർതർ മില്ലറിനെ കുറിച്ചിട്ടാണ്. ഇത്രയാണ് നമ്മുടെ അമേരിക്കൻ ഡ്രാമയുടെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഗ്രോത്ത്, അതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവരും ഉറങ്ങിയോ? ഓക്കെ താങ്ക് യു. അപ്പോൾ നമുക്കിന്ന് ആർതർ മില്ലർ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ആർതർ മില്ലറാണ് നമ്മുടെ ഫേമസ് റൈറ്റർ. അപ്പോൾ നമുക്ക് ആർതർ മില്ലറിനെ കുറിച്ചിട്ട് നോക്കാം. അപ്പോൾ ആർതർ മില്ലർ വന്നിട്ട് ജനിച്ചത് 17th October 1915 ഹാർലം ഇൻ ന്യൂയോർക്ക്, ഈ പ്ലേസിലാണ് ജനിച്ചത്. അദ്ദേഹം മരണപ്പെട്ടത് 10th February 2005 റോക്സ്ബറി എന്നുള്ള സ്ഥലത്താണ് മരിച്ചത്. ഓക്കെ. He considered as a playwright, essayist, screenwriter. Also he acted in some of films. അദ്ദേഹം ഒരു പ്ലേ റൈറ്റർ ആണ്, എസ്സേയിസ്റ്റ് ആണ്, സ്ക്രീൻ റൈറ്റർ ആണ്. അതുകൂടാണ്ട് അദ്ദേഹം കുറച്ച് ഫിലിംസിലൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു അമേരിക്കൻ ഡ്രാമ എന്ന് പറയുമ്പോൾ നമുക്ക് അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ആർതർ മില്ലർ. അതുകൊണ്ട് തന്നെ 20th സെഞ്ച്വറിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫൗണ്ടർ, അല്ലെങ്കിൽ ഒരു പേനൂർ എന്നൊക്കെ പറയാൻ പറ്റുന്ന അമേരിക്കൻ തിയേറ്ററിൻ്റെ ഒരു ഫൗണ്ടറായിട്ട് നമുക്ക് ആർതർ മില്ലറിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ ഫാദർ ഇസിൻഡോർ, അമ്മ ബെർണറ്റ്. അദ്ദേഹത്തിൻ്റെ ഫാദർ വന്നിട്ട് ഒരു ഭയങ്കരമായിട്ടൊരു ഓണർ ഓഫ് എ പ്രോസ്പെറസ് ഗാർമെൻറ്റ് ബിസിനസ് മാൻ ആയിരുന്നു. ബട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛന്, ഫാദറിന് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ഫെയിലറായി തുടങ്ങി. അപ്പോൾ ഈ ഫെയിലിനൊക്കെ ആർതർ മില്ലറിൻ്റെ ലൈഫിനെയും അദ്ദേഹത്തിൻ്റെ വർക്ക്സിനെയും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആർതർ മില്ലറിൻ്റെ വർക്ക്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ അച്ഛൻ്റെ ഫെയിലിയേഴ്സ് അദ്ദേഹത്തിൻ്റെ വർക്കിലും, ആ ഒരു ഡിപ്രഷന് അദ്ദേഹത്തിൻ്റെ വർക്കിലും ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ലൈഫിലും ഇറ്റ്സ് ഓൾസോ റിഫ്ലക്റ്റഡ്. അദ്ദേഹം ഒരു ജൂയിഷ് ഫാമിലിയിലാണ് ജനിച്ചത്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മദർ ബാർണറ്റ് ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. പിന്നെ നമ്മുടെ ആർതർ മില്ലർ കുറേ മാരീഡ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവരുടെ വൈഫിനെ കുറിച്ച് കുറേ പേരുകളുണ്ട്, അപ്പോൾ ഞാനത് മെൻഷൻ ചെയ്തിട്ടില്ല. കുറേ പാർട്ട്നേഴ്സ് ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ് ഓൾ മൈ സൺസ്, ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ, ദ ക്രൂസിബിൾ, എ വ്യൂ ഫ്രം ദ ബ്രിഡ്ജ്, ദ മാൻ ഹൂ ഹാഡ് ഹോൾ ദ ലെഗ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഫിലിമാണ് ദ മിസ്ഫിറ്റ്. അത് അദ്ദേഹം ആ ഒരു ഫിലിമിൽ ആക്ട് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ. പിന്നെ അദ്ദേഹത്തിന് 1949 പുലിറ്റ്സർ പ്രൈസ് ഫോർ ഡ്രാമ കിട്ടിയിട്ടുണ്ട്. 1984 കെന്നഡി സെൻറ്റർ ഹോണേഴ്സ് കിട്ടിയിട്ടുണ്ട്. 2001 പ്രീമിയം ഇംപീരിയബിൾ എന്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദെൻ 2003 ജെറുസലേം പ്രൈസ് എന്നുള്ള അവാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ വർക്ക്സ് ഉണ്ട്. PDF ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വർക്ക്സൊക്കെ. അതിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള 3 വർക്ക്സ് ഉണ്ട്. ഡെത്ത് ഓഫ് സെയിൽസ്മാൻ, ദ ക്രൂസിബിൾ, എ വ്യൂ ഫ്രം ദ ബ്രിഡ്ജ്, പിന്നെ നമ്മുടെ ഓൾ മൈ സൺസ്. ഇത് 4. ഈ ഓൾ മൈ സൺസ് എന്ന് പറയുന്ന വർക്ക് 20th സെഞ്ച്വറിയിലെ അമേരിക്കൻ ഡ്രാമയുടെ ടോട്ടൽ ഒരു ഫേസ് മാറ്റിയ ഒരു ഡ്രാമയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 4 വർക്ക്സ്, ഓൾ മൈ സൺസിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റ് ഓൾ മൈ സൺസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഡെത്ത് ഓഫ് സെയിൽസ്മാൻ, ദ ക്രൂസിബിൾ ആൻഡ് എ വ്യൂ ഫ്രം ദ ബ്രിഡ്ജ്, ഈ ഒരു 3 ഡ്രാമയുടെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു
ഷോർട്ടായിട്ടുള്ള സമ്മറി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, നിങ്ങൾക്ക് എസ്സേയിലൊക്കെ എഴുതാം. പിന്നെ ആ ഒരു റൈറ്ററിനെ കുറിച്ച് പഠിക്കുകയല്ലേ, അപ്പോൾ ഒരു നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഡെത്ത് ഓഫ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് അമേരിക്കയിൽ വന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ എന്തായാലും സക്സസ്ഫുൾ ആവാം, ലൈഫിൽ എങ്ങനെയായാലും സെറ്റിൽ ആവാമെന്ന് വിചാരിച്ച് വരുന്ന ഒരു പ്രൊട്ടഗോണിസ്റ്റ്. പിന്നെ അദ്ദേഹം ആ ഒരു പ്രൊട്ടഗോണിസ്റ്റ് വന്നിട്ട് മക്കൾ എന്ത് ചെയ്താലും അദ്ദേഹം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും, മക്കൾ ചെയ്യുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു അച്ഛനും കൂടിയാണ് നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റ്. പിന്നെ ഈ പ്രൊട്ടഗോണിസ്റ്റിൻ്റെ അവരുടെ ലൈഫിലുണ്ടാവുന്ന കുറേ ഡ്രോബാക്സ്, പിന്നെ അദ്ദേഹം ലൈഫിൽ ഫെയിലിയർ ആവുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു ലാസ്റ്റ് ടൈം ലൈഫ് ഒരു കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ എന്താണ് ഇതുവരെ ലൈഫിൽ ചെയ്തതെന്ന് ചിന്തിക്കുമ്പോൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല എന്ന് മനസ്സിലാവുമ്പോൾ എൻ്റെ ഫാമിലിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്രൊട്ടഗോണിസ്റ്റാണിത്. അപ്പോൾ എനിക്ക് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം എന്താക്കും, സൂയിസൈഡ് ചെയ്യും. ആ സൂയിസൈഡിൻ്റെ ഇൻഷുറൻസ് എമൗണ്ട് കിട്ടിയിട്ടെങ്കിലും എൻ്റെ ഫാമിലി നല്ലവണ്ണം ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് അത്രത്തോളം ഫാമിലിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് കഴിയുന്ന, ഹാർഡ് വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കഴിയുന്ന ഒരു പ്രൊട്ടഗോണിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി, അദ്ദേഹം എങ്ങനെയാണ് സൂയിസൈഡ് ചെയ്യുന്നത്, അദ്ദേഹം എങ്ങനെയാണ് ഫാമിലിയെ കെയർ ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എന്ന നോവലിൽ പറയുന്നത്. ദെൻ ദ സെക്കൻഡ് വർക്ക് ഈസ് ദ ക്രൂസിബിൾ. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ മെയിൻലി സ്ത്രീകളെ, വുമണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ വുമണിന് വന്നിട്ട് വലിയ റോളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഒരു മെയിൽ ഡോമിനേറ്റഡ് അല്ലെങ്കിൽ ഒരു പാട്രിയാർക്കിയൽ സൊസൈറ്റി ആയിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. സപ്പോസ് ഏതെങ്കിലും വുമൺ വന്നിട്ട് കുറച്ച് ബോൾഡായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് നിൽക്കുക, അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അവരെ വന്നിട്ട് വിച്ചായിട്ട്, മന്ത്രവാദിയായിട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡിലുള്ള സൊസൈറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ കുറച്ച് ഗേൾസ് വന്നിട്ട് അവർ ഡാൻസ് ചെയ്യുക, അവരൊരു സ്ലേവിനെയും കൂട്ടി ഡാൻസ് ചെയ്യുക. ഇത് കണ്ട ഒരാൾ ഇവരെ വന്നിട്ട്, അന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വുമണിനെ അങ്ങനെയായിരുന്നു അവർ ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അവർ അത്രയും ഗ്രൂപ്പ് ഓഫ് ആ ഒരു വുമൺ വന്നിട്ട് അവരെ വിച്ചായിട്ട്, അവരെ മന്ത്രവാദിനിയായിട്ട് പിന്നെ സൊസൈറ്റി അവരെ ബ്ലെയിം ചെയ്യാണ്. പക്ഷെ അതിൽ ഒരു ജോൺ പ്രൊക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട്. അദ്ദേഹം ഈ ഗ്രൂപ്പ് ഓഫ് വുമണിൽ ഒരാളായിട്ട് ലവ് ആയിരിക്കും. അവർ ലവ് ആണ്. അപ്പോൾ പിന്നീട് വന്നിട്ട് അദ്ദേഹം ഒരു മാനാണ്. സോ ഇവർക്ക് എന്നിട്ട് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് വന്നിട്ട് അവർ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിക്കും. ആ സമയത്ത് ഈ ജോൺ പ്രൊക്ടറിനോട് അവിടുത്തെ അതോറിറ്റി പറയും, നിങ്ങളൊരു മാനാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു എക്സ്ക്യൂസ് തരാം, ബാക്കിയുള്ളവർ ഈ ഗ്രൂപ്പിൽപ്പെട്ട ലേഡീസ് ആരൊക്കെയാണെന്ന് കൂടി പറഞ്ഞു തന്നാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടാമെന്ന് പറയും. പക്ഷെ അപ്പോൾ ഈ ജോൺ വിചാരിക്കുക എന്താണ്, എൻ്റെ ആ ഒരു ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ലവറിനെയോ ഒറ്റിക്കൊടുത്തിട്ട് എനിക്കൊരു ജീവിതം വേണ്ട, അതിനേക്കാളും നല്ലത് ഞാൻ മരിക്കുകയാണ് എന്നുള്ള ഒരു തോട്ടിൽ അദ്ദേഹം സന്തോഷത്തോടെ ആ ഒരു പണിഷ്മെൻറ്റ് സ്വീകരിക്കും. അതാണ് പിന്നെ ആ ഒരു സ്റ്റോറിയിൽ അതാണ് പറയുന്നത്, ദ ക്രൂസിബിളിൽ. ദെൻ വന്നിട്ട് തേർഡ് വൺ ഈസ് എ വ്യൂ ഫ്രം ദ ബ്രിഡ്ജ്. അതിലൊരു ലവ് ട്രയാങ്കിളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു റെഫ്യൂജി, അയാൾ അമേരിക്കയിലേക്ക് എത്തിയിട്ട് അവിടെ വെച്ചിട്ട് ഒരു ആളായിട്ട് ലവ് ആവുന്നു. പക്ഷെ അയാൾ ലവ് ആവുന്ന ആളെ വേറൊരാൾ സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ മൂന്നും തമ്മിലുള്ള അവരുടെ ഫൈറ്റും അവരുടെ കോൺവെർസേഷനും കാര്യങ്ങളുമാണ് ഇതിൽ പറയുന്നത്. നമുക്കിത് പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ ലവായിട്ട് തോന്നും, പക്ഷെ അതൊരിക്കലും ആദം മില്ലർ അതിലെ സബ് പ്ലോട്ടായിട്ട് അപ്പോഴത്തെ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് കുറേ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ റെഫ്യൂജീസ് എന്തൊക്കെ പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഹോമോസെക്ഷുവാലിറ്റീനെ കുറിച്ചിട്ട്, റേസിസത്തിനെ കുറിച്ചിട്ട്. ഒരു റെഫ്യൂജി എന്ന് വന്നിട്ട് നമുക്കറിയാലോ, അയാളുടെ രാജ്യം വിട്ടിട്ട് വേറൊരു രാജ്യത്തേക്ക് വരുമ്പോൾ അയാൾ എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടായിരിക്കും അയാളുടെ രാജ്യത്ത് നിന്ന് വന്നിട്ടുണ്ടാവുക. ഇവിടെ വരുമ്പോൾ ഒരു അക്സെപ്റ്റൻസും കിട്ടാത്തൊരു സിറ്റുവേഷന്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ ഒരു വർക്കിൽ ആദം മില്ലർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അനദർ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഈസ് ഓൾ മൈ സൺസ്. അത് നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റ് ആണ്. അത് നമ്മൾ അതിൻ്റെ കാര്യങ്ങളും സമ്മറിയും തീമും എല്ലാം നമുക്ക് ക്യാരക്ടേഴ്സ് എല്ലാ കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത് ഇത്രയും ഓക്കെ ആണോ? ഓക്കെ.
ഡൗട്ടൊന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് നിൽക്കാൻ മുന്നേ തന്നെ നമുക്കത് ക്ലിയർ ചെയ്ത് പോവുമായിരുന്നു. വർക്ക്സും കാര്യങ്ങളും റൈറ്റേഴ്സിൻ്റെ പേരും വർക്ക്സിൻ്റെ പേരും ഒക്കെ ആ PDF-ലുണ്ട്. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? അതോ ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am.